കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം വേഗത്തിലാക്കിയ SIT. ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ളവരെ ഉടൻ ചോദ്യം ചെയ്യും. കേസിൽ ആദ്യം പ്രതിയായ MSF പ്രവർത്തകൻ CK കാസിമിന്റെയും മൊഴിയെടുക്കും. SITയുടെ ആദ്യ യോഗം വടകരയിൽ പൂർത്തിയായി. മുഹമ്മദ് അസ്ലം വിശദാംശങ്ങളുമായി. അസ്ലം, ഈ SITയുടെ ആദ്യ യോഗത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചർച്ചയായത്? തുടർ നടപടികൾ അതെങ്ങനെ എത്ര വേഗത്തിൽ നടപ്പാക്കാനാണ് ആലോചന? പ്രതികളെ കണ്ടെത്താനാവില്ലെന്ന് പറഞ്ഞ് ഏറെക്കുറെ അവസാനിപ്പിച്ച കേസിലാണ് പ്രത്യേക അന്വേഷണ സംഘം വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലേക്ക് നടക്കുന്നത്. ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എവിടെയാണ് അന്വേഷണം എത്തി നിന്നത് അവിടെ നിന്ന് തന്നെ തുടങ്ങാൻ തന്നെയാണ് SIT തീരുമാനിച്ചിരിക്കുന്നത്. അതായത് DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണനാണ് ഏറ്റവും ആദ്യം റെഡ് എൻകൗണ്ടർ എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഈ പോസ്റ്റ് ഇട്ടതെന്നാണ്, കാഫിർ ഈ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ഇട്ടതെന്നാണ് കഴിഞ്ഞ അന്വേഷണ സംഘം കണ്ടെത്തിയതിന്റെ അവസാനം. അവിടെ നിന്ന് തന്നെ വീണ്ടും റിബേഷ് രാമകൃഷ്ണൻ ഉൾപ്പെടെ ആദ്യം ഈ പോസ്റ്റ് ഇട്ട ആൾക്കാരെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആദ്യം പ്രതിയെടുത്ത കാസിമിനെയും മൊഴിയും ഒരിക്കൽ കൂടി എടുക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നതിന്റെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. ഇതുവരെയും ഈ റിബേഷ് രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി ഫോറൻസിക് വിഭാഗത്തിന് അയച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ പരിശോധന ഫലം ഇതുവരെയും കിട്ടിയിട്ടില്ല. മാത്രമല്ല മെറ്റയിൽ നിന്ന് വിവരം തേടിയിട്ടുണ്ടെങ്കിലും അതും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇന്ന് വിലയിരുത്തിയപ്പോൾ മനസ്സിലായ കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഉറവിടം കണ്ടെത്തുക എന്നുള്ള വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. അതേസമയം തന്നെ ഇത് അയച്ച ആൾക്കാർ, ഇത് ആദ്യഘട്ടത്തിൽ അയച്ച ആൾക്കാരുടെ ചോദ്യം ചെയ്തുകൊണ്ട് ആരാണ് ഇതിന് പിന്നിൽ നിന്ന് കണ്ടെത്താനുള്ള ശ്രമമായിരിക്കും പോലീസ് നടത്തുക. എന്തായാലും എത്രയും വേഗം തന്നെ നടപടികളിലേക്ക്, അതായത് റിബേഷ് രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ആദ്യം ഷെയർ ചെയ്ത ആൾക്കാരെ ചോദ്യം ചെയ്ത് ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലേക്കായിരിക്കും പോലീസ് കടക്കുക. നിലവിലുള്ള അവസ്ഥ മുഴുവൻ പൂർണ്ണമായി പരിശോധിച്ചു. ആരുടെയൊക്കെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏതൊക്കെ പരിശോധന ഫലങ്ങൾ ലഭിച്ചത് എന്നിവ കാര്യങ്ങളൊക്കെ തന്നെയും ഇന്ന് കൃത്യമായി അവലോകനം ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കോഴിക്കോട് റൂറൽ SP ഫറാഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ഇന്ന് അദ്ദേഹം ഉൾപ്പെടെ T മനോഹരൻ, ക്രൈംബ്രാഞ്ച് DYSP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇന്ന് യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നതായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണൻ ചോദ്യം ചെയ്തുകൊണ്ട് ഒരുപക്ഷെ അന്വേഷണം ആരംഭിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്.